മരിച്ചു കഴിഞ്ഞ് ആത്മാവായ രൂപത്തിൽ പോലും മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുന്ന ഏക ഈശ്വര സങ്കല്പമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ സങ്കല്പം, സുബ്രഹ്മണ്യ ഭഗവാൻ. പക്ഷെ ഒരു ദേശത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായാൽ എന്താണ് ആ നാട്ടിലെ ഗുണം? അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സുബ്രഹ്മണ്യ ഭഗവാന് അമ്മ പാർവതീദേവി ഒരു വരം കൊടുത്തു. നിന്റെ അടുത്ത് പെൺകുട്ടികൾ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടികൾ അഴകുള്ള ഏത് പുരുഷനാലും ആഗ്രഹിക്കുന്ന സുന്ദരികളായി തീരാനും അവർ നല്ല കന്യകകളായി തീരാനും അനുഗ്രഹം കൊടുക്കാൻ സുബ്രഹ്മണ്യ നിനക്ക് അനുഗ്രഹം തരികയാണ്. അതുകൊണ്ട് കൊച്ചു പെൺകുട്ടികളുള്ള അമ്മമാര് പെൺകുട്ടികളെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരും. കാരണം സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിച്ചാൽ പിന്നെ ആ പെൺകുട്ടി നല്ല അഴകുള്ള കുട്ടിയാവും, ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹമുള്ള കുട്ടിയാവും. ആ കുട്ടി വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയായി തീരും. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ വരുന്നത്. രണ്ടാമതായി പാർവതീദേവി മകന് അനുഗ്രഹം കൊടുത്തു. മോനെ സുബ്രഹ്മണ്യ, നിനക്ക് അവൻ അനുഗ്രഹം തരികയാണ്. ഒരു ഗർഭിണി നിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ വയറ്റിലെ കുട്ടി ഒരു ഛിദ്രം ഉണ്ടാവാതെ ജനിച്ച് ആരോഗ്യമുള്ള പുരുഷനോ സ്ത്രീയോ ആയി തീരാൻ നിനക്ക് അനുഗ്രഹം തരികയാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ സ്ത്രീകൾ ഗർഭിണികളായാൽ ഏറ്റവും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇടാൻ തപ്പം കാറ് വിട്ടോടൊപ്പം അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ ഗർഭം ഒരിക്കലും ചിന്തപ്പെടുകയില്ല. ആ കുട്ടി ആരോഗ്യമുള്ള കുട്ടിയെ ജനിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും യൗവനത്തിൽ ഓജസ്സും തേജസ്സുള്ള കുട്ടിയായിത്തീരും. അതുകൊണ്ട് ഗർഭിണികൾ എപ്പോഴും തേടി വരുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ നാടിന്റെ ഭാഗ്യം നോക്കിയേ, ഈ നാട്ടിൽ തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പെൺകുട്ടികളുള്ള അമ്മമാർക്ക് എളുപ്പത്തിലൂടെ വരാം, ഗർഭിണികൾക്ക് എളുപ്പത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. വളരെ ശ്രദ്ധേയമായിട്ടാണ് കൊടുത്തത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അച്ഛൻ പരമശിവൻ പറഞ്ഞോ, സുബ്രഹ്മണ്യ, നിനക്കാണ് വരം തരികയാണ്. നീ ഭൂതഗണങ്ങളുടെ രാജാവാണ്. ഏത് ഭൂതത്തെയും പ്രേതത്തെയും അമർച്ചയാനുള്ള കഴിവ് നിനക്ക് തന്നിരിക്കാം. അതുകൊണ്ട് നീ ഒരു മയിലിന്റെ പുറത്തിരിക്കണം. ഈ ഭൂതോ പ്രേതോ പറത്തങ്ങ് പോയാൽ ഓടിച്ചിട്ട് പറഞ്ഞു തന്നെ പിടിക്കണം. അത് താഴെക്കൊണ്ട് നടക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ പറ്റിയല്ല. അതുകൊണ്ട് മയിലിനെ വാഹനമായി കൊടുത്തു. ഭൂതോ പ്രേതോ പോയാൽ മയിലിന്റെ പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി പറന്നിയെല്ലും പറന്നിയെന്ന് ഭൂതത്തെ പിടിച്ച് അവനെ കണ്ടെയ്ൻ ചെയ്യും. നമ്മുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഒരു ഭൂതപ്രേത പിശാച് ബാധയുണ്ടായാൽ നമ്മൾ ആദ്യം പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ചില നിവേദ്യങ്ങളെ കൊടുത്തു കഴിയുമ്പം ഈ ഭൂതത്തെയും പ്രേതത്തെയും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള മന്ത്രമുണ്ട്, മൂലമന്ത്രമുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയിലെ പൂജാരി വന്നിട്ട് ആ മന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ ഭൂതത്തെയും പ്രേതത്തെയും അമർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നാടിനെ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് മോചിപ്പിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കഴിവാണ്. ഇനി പെൺകുട്ടികളെ സുന്ദരികളാക്കാൻ കഴിയുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊടുത്ത വാഹനമോ മയിലാണ്. മയില് അതിന്റെ പീലികൾ വിടർത്തി ഇങ്ങനെ ആടുമ്പോൾ ആ മയിലുടെ സൗന്ദര്യം കാണാൻ എല്ലാവരും നോക്കി നിൽക്കും. അപ്പോൾ ആ മയില് തന്റെ മയിൽപീലികൾ വിടർത്തി ആടുമ്പോൾ സൗന്ദര്യം കാണാൻ വരുന്ന ജനങ്ങളെ പോലെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികൾക്ക് ആരാലും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യം ഉണ്ടാവും. വളരെ രസകരമാണ് സങ്കല്പം. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന വളരെ പ്രത്യേക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു നാടിന് തന്നെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ആരാണ്? സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റി പുരാണത്തിൽ കണ്ടുകൊണ്ട് 48 കഥയുണ്ട്. ഓരോ കഥയും എടുത്തതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോഴാണ് സുബ്രഹ്മണ്യ സ്വാമി ആരാണ് എന്ന് മനസ്സിലാവുന്നത്. സുബ്രഹ്മണ്യ സഹസ്രനാമം വായിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമി ആരാണ് എന്ന് മനസ്സിലാക്കണം.